നമസ്കാരം. ഇന്ത്യ അങ്ങനെ UAE തച്ച് തകർത്തിരിക്കുകയാണ്. ഇതിനകത്ത് യാതൊരുവിധ അത്ഭുതത്തിൻ്റെ ആവശ്യമില്ല, എല്ലാവരും പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ 4.3 ഓവേഴ്സിൽ കളി ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ലെവല് വേറെ തന്നെയാണ്. കളിയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഏറ്റവും സന്തോഷമുള്ള ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ പ്ലേയിങ് 11 ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും ആങ്ഷ്യസ് ആയിട്ട് കാത്തിരുന്ന ഒരു കാര്യമാണ്. സഞ്ജു സാംസൺ ടീമിലുണ്ടാവുമോ, സഞ്ജു സാംസനെ കളിപ്പിക്കുമോ, ഓപ്പണിങ്ങിൽ കളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ജിതേഷ് ശർമ്മയെ കളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാ മലയാളികളും ടെൻഷൻ അടിച്ചിരുന്നതാണ്. പക്ഷേ കളി തുടങ്ങിയപ്പോൾ വളരെ 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 സന്തോഷമായി. സഞ്ജു സാംസൺ പ്ലേയിങ് 11 ഇടം നേടിയിരിക്കുന്നു. അതിനകത്ത് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും കോച്ച് ഗൗതം ഗംഭീറിനാണ്. സൂര്യകുമാർ യാദവ് ആ ഒരു പത്രസമ്മേളനത്തിന് പറഞ്ഞപ്പോൾ ഒരു 50% കോൺഫിഡൻസ് വന്നായിരുന്നു സഞ്ജു കളിക്കുന്നുള്ള. കാരണം പുള്ളി പറഞ്ഞ് വി വിൽ ടേക്ക് കെയർ ഓഫ് ഹിം എന്നാണ് പറഞ്ഞത്. സോ സഞ്ജുവിനെ കളിപ്പിച്ചു എന്നുള്ളത് വളരെ വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ ഇന്ത്യക്കാണ് ടോസ് കിട്ടിയത്. ഇന്ത്യക്ക് കുറേ നാളായിട്ട് ടോസ് കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് എന്തായാലും ടോസ് കിട്ടി. UAE ബാറ്റിംഗ് അയച്ചു. 57 റൺസിന് ഓൾ ഔട്ട് ആക്കി. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ഇൻറ്റൻറ്റ് UAE കാണിച്ചു. ആ ഒരു ഷറഫ് എന്ന് പറഞ്ഞൊരു പ്ലെയർ 22 റൺ അടിച്ചു 17 ബോളിൽ. പുള്ളി ബൂമറയൊക്കെ ഒരു ബൗണ്ടറി അടിച്ചു. അപ്പോൾ വിചാരിച്ചു ഒരു 100 റൺ അല്ലെങ്കിൽ ഒരു 130 സ്കോർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ടീമാണെന്ന് തോന്നിച്ചെങ്കിലും ഇന്ത്യയുടെ സ്പിന്നേഴ്സ് വന്നപ്പോഴത്തേക്ക് കളി മാറി. കുൽദീപ് യാദവ് ഒരു രക്ഷയില്ല. കുൽദീപ് യാദവിനെ എന്തുകൊണ്ട് എല്ലാ ടീമിലും എല്ലാ ലെവലിലും കളിപ്പിക്കണമെന്നുള്ളതിൻ്റെ റീസൺ ഇതാണ്. വരുൺ ചക്രവർത്തി ഉണ്ടായിട്ട് പോലും കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തിയെ ഔട്ട്ഷാഡോ ചെയ്തിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. കുൽദീപ് യാദവ് വേറെ ലെവൽ പെർഫോമൻസ് ആണ്. എല്ലാ ലെവലിലും കുൽദീപ് യാദവ് വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്ന് ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ശിവം ദൂബെ 3 വിക്കറ്റ് എടുത്തു. ഒരു പാർട്ട് ടൈം ബോളറായിട്ടോ അല്ലെങ്കിൽ ഓൾറൗണ്ടറെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാത്തൊരു പ്ലെയർ 3 വിക്കറ്റ് എടുത്തു. UAE ആണ് എതിരാളി. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ബൂംറ, അതുപോലെ തന്നെ അക്സർ പട്ടേൽ, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, ഇവർ 3 പേരും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി UAE ഫിനിഷ് ചെയ്തു 57 റൺസിന്. ചാൻസസ് ഒന്നും കൊടുത്തില്ല. അവർക്ക് റീഡ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്ത്യയുടെ സ്പിന്നേഴ്സിനെ. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സ്പിന്നേഴ്സാണ്. നോക്കൂ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് ആൻഡ് വരുൺ ചക്രവർത്തി മിസ്റ്ററി സ്പിന്നർ. കുൽദീപ് യാദവ് ഒരു അൺഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ബോളിംഗ് ആക്ഷൻ ഉള്ളൊരു ലെഫ്റ്റ് ഹാൻഡ് ചൈനാമൻ ബോളർ. അതുപോലെ തന്നെ അക്സർ പട്ടേൽ എവർ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ബോളർ. ഈ 3 ക്വാളിറ്റി സ്പിന്നേഴ്സിൻ്റെ മുമ്പിൽ ഒരു നല്ല ടീമാണെങ്കിൽ പോലും പിടിച്ചിരിക്കാൻ, പ്രത്യേകിച്ചും UAE കണ്ടീഷൻസിൽ പിടിച്ചിരിക്കാൻ പാടാണ്. അപ്പോൾ UAE ടീമിനെ സംബന്ധിച്ച് തകർന്നു പോയത് അത്ഭുതപ്പെടാനില്ല. എന്നാൽ തിരിച്ച് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് ഇന്ത്യ വന്നിട്ട് പെട്ടെന്ന് അടിച്ച് തീർത്തിട്ട് പോയി. അഭിഷേക് ശർമ്മ ഒരു രക്ഷയില്ലാത്ത ഇൻറ്റൻറ്റ് കാണിച്ചു. എങ്ങനെയാണോ കളിച്ചു വന്നത് ആ ഒരു അതേ ആറ്റിറ്റ്യൂഡ് ഫസ്റ്റ് ബോളിൽ തന്നെ 6 അടിച്ചിട്ട് എന്താണ് തൻ്റെ വരവറിയിച്ച് എന്താണ് ഇൻറ്റൻറ്റ് എന്നുള്ളത് കാണിച്ചു തന്നു. ഇന്ത്യയുടെ ആസ് എ ടീം ആയാലും ശരി, അഭിഷേക് ശർമ്മ ആസ് എ പ്ലെയർ ആയാലും ശരി, ഇതാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്ന ക്രിക്കറ്റ് എന്നുള്ളത് പ്രൂവ് ചെയ്തു. ശുഭ്മൻ ഗിൽ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്, എങ്ങനെ കളിക്കും എന്നുള്ളത്. അഗ്രസീവായിട്ട് തന്നെ കളിച്ചു. എന്താണോ ഇന്ത്യയുടെ ഒരു ടീമിൻ്റെ ലൈൻ ഏതൊരു ഇതിലാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ട്രാറ്റജിക്ക് അനുസരിച്ച് തന്നെ ബാറ്റ് ചെയ്തു. ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 200+ സ്ട്രൈക്ക് റേറ്റിലാണ് ശുഭ്മൻ ഗിൽ കളിച്ചത്. സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. നല്ല കോംപ്ലിമെൻറ്റ് ചെയ്ത് രണ്ടുപേരും. ഇവർ കുഞ്ഞിലെ തൊട്ട് ഒരുമിച്ച് കളിച്ചു വന്ന പ്ലെയേഴ്സാണ് പഞ്ചാബിന് വേണ്ടിയിട്ട് അഭിഷേക് ശർമ്മ ആൻഡ് ശുഭ്മൻ ഗിൽ. ആ ഒരു ഒരു കെമിസ്ട്രി അവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഉണ്ടാവും. സഞ്ജു സാംസൺ നമ്പർ 3 ഇറങ്ങില്ല. പ്രതീക്ഷ തന്നെ നമ്പർ 5 മിക്കവാറും, അല്ലെങ്കിൽ നമ്പർ 4 and നമ്പർ 5 തിലക് വർമ്മ ഓർ സഞ്ജു സാംസൺ എന്നുള്ള രീതിയിൽ മാറ്റി ഇറക്കാനുള്ള പ്ലാൻ ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്പർ 5 സഞ്ജു സാംസൺ ഇറങ്ങുന്നത്. ഏറ്റവും പ്രധാനം കളിക്കുന്നു എന്നുള്ളതാണ്. എവിടെ ഇറങ്ങിയാലും ശരി കളിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് UAEയുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴും ആ ഒരു ഇൻഎക്സ്പീരിയൻസിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ഇൻറ്റൻറ്റ് കാണിച്ചു എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇന്ത്യൻ സ്പിന്നേഴ്സ് ബോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെ അവർക്ക് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് അറിയാൻ പറ്റാതായി പോയി. എല്ലാവരും ഷോട്ട്സ് കളിച്ച് ഔട്ടായി എന്നുള്ളത് ഡിസപ്പോയിൻറ്റിംഗ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 വിക്കറ്റൊക്കെ വീണപ്പോൾ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർ അവിടെ 8 ഓവറോ 7 ഓവറോ ഉണ്ടായിരുന്നു കളി അവസാനിക്കുമ്പോൾ. സോ അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ പോലും ഒരു 10-30 റൺ എക്സ്ട്രാ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നുണ്ടെങ്കിൽ അവസാനം ആ ടൈലൻഡേഴ്സിന് നേടാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ അവരും അടിച്ച് ഔട്ടാവുന്നതാണ് കണ്ടത്. അതൊരു ഇൻഎക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഇത്രയും വലിയൊരു ലോകത്തെ നമ്പർ 1 പ്ലെയർ ടീമിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഉള്ള ആ ഒരു പതർച്ചയൊക്കെ അവർ തീർച്ചയായിട്ടും അവരുടെ ബാറ്റിങ്ങിലുണ്ടായിരുന്നു, ബോളിങ്ങിൽ വന്നപ്പോഴുണ്ടായിരുന്നു. ബോളിങ്ങിൽ പിന്നെ ഒന്നും പറയാനില്ല, അടിച്ച് നിരത്തി കളഞ്ഞു. ഉത്തരവില്ല ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിന്. ഇനിയിപ്പോൾ വേറെ ഏത് ടീമിന് ഇന്ത്യ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള ഏറ്റവും വലിയൊരു ചോദ്യം. ഇന്ത്യയുടെ ഒരു ബോളിംഗ് ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു പേഴ്സറിനെയും അതുപോലെ തന്നെ 2 ഓൾറൗണ്ടറിനെ, ശുഭൻ ദുബെയും കൂടെ ഓൾറൗണ്ടറായിട്ട് കൂട്ടിയതാണ്. ശിവം ദുബെ 3 സ്പിന്നേഴ്സിനെ ഇങ്ങനെയാണ് അവർ കളിപ്പിക്കുന്നത്. UAEയിലെ ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിലും കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുമ്പോഴും കളിപ്പിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. പേസ് ബോളർ ജസ്പ്രീത് ബുംറ, ഹർദിക് പാണ്ഡ്യ, ശിവം ദുബെ ആസ് ഓൾറൗണ്ടേഴ്സ്, 3 ക്വാളിറ്റി ആയിട്ടുള്ള സ്പിന്നേഴ്സ്. ഈ 3 ക്വാളിറ്റി സ്പിന്നേഴ്സാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ആയുധം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ടീം ഈ ഒരു സ്പിന്നേഴ്സിനെ ഇവരെ 3 ടൈപ്പ് സ്പിന്നേഴ്സാണ്. 3
രീതിയിലാണ് അവരുടെ അറ്റാക്ക്. അപ്പോൾ ഇതിനെ എങ്ങനെ മറ്റുള്ള ടീമുകൾ നേരിടുമെന്നുള്ളതാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ തീർച്ചയായിട്ടും ക്യൂരിയസ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഈ സൺഡേ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് വരുന്നുണ്ട്. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇത്രയും സെൻസേഷണലായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമായിട്ടുള്ള ഇന്ത്യയെ പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ചെറിയ രീതിയിലെങ്കിലും. ഇവിടെ ഒരു കമ്പാരിസൻ്റെ കാര്യമില്ല ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് നോക്കുമ്പോൾ. സോ ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ ഓൺ ദാറ്റ് ഗിവൻ ഡേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞായറാഴ്ചയിലേക്ക് നമ്മൾ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതിന് മുമ്പ് 1-2 നല്ല മാച്ചസ് ഉണ്ട്. ശനിയാഴ്ച ബംഗ്ലാദേശ് vs ശ്രീലങ്ക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ട്. സോ എല്ലാത്തിനും റിവ്യൂ ആയിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിൽ വീണ്ടും കാണാം. മറ്റ് ക്രിക്കറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റ് വീഡിയോസിൽ കാണാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.